പിണറായി എന്ന ബിംബത്തെ ഉടയാതെ സംരക്ഷിക്കുന്നതാര്? HRDS സെക്രട്ടറി അജയ് കൃഷ്ണൻ i2i ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു. അന്ന് അതിനാര് വെറും പാവയായിരുന്നു. പുള്ളി തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു എന്നുള്ളതല്ലാതെ അന്ന് ഭരിച്ചതും പിണറായി വിജയൻ തന്നെയാണ്. PCC ആണ് ഭരിച്ചത്, ഈ കണ്ണൂർ ലോബിയാണ് ഭരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ അവിടെ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിണറായി വിജയൻ്റെ ഈ ഇതിനകത്തേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് കൊടുക്കരുതെന്ന് ആരോടും പറഞ്ഞില്ല. പിണറായി വിജയൻ കള്ളാനെന്ന് പറഞ്ഞില്ല. ഞങ്ങളിതൊന്നും പറഞ്ഞില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെ ഓഫർ വെച്ചപ്പോഴേക്കും ഇവരിത്ര വിരളുന്ന എന്തിനാണ്, പേടിക്കുന്ന എന്തിനാണ്? പിണറായി വിജയനെ സംബന്ധിച്ച് പാവപ്പെട്ടവൻ എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല, ഒരു ചുക്കുമില്ല. കാരണം പിണറായി വിജയൻ്റെ ഫാമിലി സേഫാണ്. മകളും മകനും കോടീശ്വരന്മാരാണ്. ശരിക്കും ഇയാൾ പറ്റിക്കുന്ന പാർട്ടിക്കാരെ തന്നെയല്ലേ? അവരുണ്ട് അയാളോട് ചോദിക്കാൻ. മാവോ പറഞ്ഞെന്താണ്, നിന്റെ കയ്യിൽ 2 തോക്ക് വേണം, ഒന്ന് നിന്റെ ശത്രുവിനെ നേരിടാനും ഒന്ന് നിന്റെ നേതാവിനെ നേരെ നടത്താനും. ഇവരുടെ മരുമോനുണ്ട്, കാട്ടുകള്ളന്മാരുണ്ട്, ബാക്കി കൊള്ളക്കിട്ടുള്ളപ്പോൾ നിങ്ങളുടെ പ്രസക്തി എന്താണ്? നിങ്ങൾ എന്തിന് HRDS വരും? പുരാണത്തിലുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരാളായിട്ട് കാണരുത്. ഇതൊരു ബിംബം മാത്രമാണ്. ഇത്തരം കൊള്ളക്കാരുടെ മുഴുവൻ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാ സമഗ്ര മേഖലകളിലും ഉള്ള ആളുകൾ പ്രവർത്തിക്കുകയാണ്. അത് ഇവർ മനസ്സിലാക്കിയിരിക്കണം. പിണറായി വിജയൻ നാളെ പോകും. പിണറായി വിജയൻ ഒന്നും സംഭവിക്കാനില്ല. കാരണം അയാൾ പോടാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് പരിപാടി കഴിഞ്ഞാൽ നേരെ ഫ്ലൈറ്റ് കയറി അയാൾ പോകും. അയാളെ കൊണ്ടുപോകാൻ വേണ്ടി USSയുടെ ഫ്ലൈറ്റ് ഉണ്ട്, അതുപോലെ പലരുടെയും ഫ്ലൈറ്റ് ഉണ്ട് അയാളെ കാത്തു നിൽക്കുന്നത്. നമസ്കാരം. വയനാട് ദുരന്തത്തിൽ നമുക്കറിയാം ഏതാണ്ട് 348ഓളം പേർക്ക് ഭവനങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമിക കണക്കുകൾ പുറത്തു വന്നത്. അപ്പോൾ തന്നെ ആ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ഭവനങ്ങൾ മാത്രമല്ല, അവർക്ക് 10 വർഷത്തോളം അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടുന്ന സമഗ്ര പിന്തുണ വാഗ്ദാനം ചെയ്ത് ആദ്യം മുന്നോട്ട് വന്നത് HRDS ഇന്ത്യ ആയിരുന്നു. HRDS ഇന്ത്യ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും സമഗ്രമായ പ്ലാനും പദ്ധതികളുമെല്ലാം സമർപ്പിക്കുകയുണ്ടായി. ആ പ്ലാനുകളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും ഇന്ന് i2i ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതിന് ഇന്ന് എന്നോടൊപ്പമുള്ളത് HRDS ഇന്ത്യയുടെ ഫൗണ്ടറും സെക്രട്ടറിയുമായ ശ്രീ അജയ് കൃഷ്ണനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സർക്കാരിന് കൊടുത്തിരിക്കുന്ന പ്രപ്പോസല് 348 വീടുകളാണ് പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും നമ്മളൊരു 500ഓളം പേർക്ക് വീടുകൾ വെച്ച് നൽകാം എന്നാണോ പറയുന്നത്, അതോ അവരെ പുനരധിവസിപ്പിക്കാം എന്നാണോ? എന്താണ് നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്? അത് ഞങ്ങൾ സുനിൽജി ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ നമ്മളതിൻ്റെ ഒരു പൂർണ്ണമായ പുനരധിവാസമാണ് ഉദ്ദേശിച്ചത്. നമ്മൾ അവരോടൊപ്പം ഉണ്ടാവും, അവരോടൊപ്പം ഉണ്ടാകുന്ന പോലെ ഒരു പദ്ധതിയാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് പറയാമോ? എന്താണ് നമ്മുടെ പദ്ധതി? അതായത് ഒരു 10 വർഷത്തോളം അവരോടൊപ്പം നിന്ന് ഈ ദുരന്തബാധിതരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അന്നേരം ആ പദ്ധതിയുടെ ഒരു രൂപരേഖ, സർക്കാരിന് സമർപ്പിച്ച ആ പദ്ധതിയുടെ രൂപരേഖയെ കുറിച്ചൊന്ന് വിശദമാക്കാം. ഇപ്പോൾ വയനാട്ടിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തത്, ഇപ്പം നമ്മളൊരു 500 വീടുകൾ, ഇപ്പം അന്നത്തെ സമയത്ത് ഞങ്ങളിത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു കൃത്യം കണക്ക് വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. അപ്പം ഉദ്ദേശം ഒരു 500 വീടുകൾ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ സാധാരണ നിലയിൽ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നവർക്കോ അല്ലെങ്കിൽ ഇപ്പം അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപയുടെ ഒരു വീട് കൊടുത്ത് സർക്കാരുകളും അല്ലെ ആളുകളൊക്കെ തലയൂരുന്ന ഒരു പണിയുള്ളത്. അപ്പോൾ അതുണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി ഞങ്ങളൊരു 10 ലക്ഷം രൂപ വിലയുള്ള ആ ഒരു 700 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടാണ് പ്ലാൻ ചെയ്തത്. അതായത് നമുക്ക് 10 സെന്റ് ഒരു ഭൂമിയിലാണ് നമ്മൾ ഈ വീട് പണിയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അന്നേരം ലാൻഡ് സർക്കാർ നൽകണം, അല്ലേ? അതെ. അപ്പോൾ അന്ന് ആ സമയത്ത് അവിടെ ലാൻഡ് നമ്മുടെ ഈ വയനാടിനെ സംബന്ധിച്ച് ലാൻഡ് അവൈലബിൾ ആണ് അവിടെ. കാരണം ഈ എസ്റ്റേറ്റുകളുടെ സ്ഥലമുണ്ട്. ഇപ്പം ഇതൊരു എസ്റ്റേറ്റ് മേഖലയാണല്ലോ ഇങ്ങോട്ട് ആകെ തകർന്നു പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ എസ്റ്റേറ്റ് ഉണ്ട്, കണ്ണൻ ദേവന്റെ എസ്റ്റേറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളുള്ളതുകൊണ്ട് ലാൻഡിന് ഒരു പ്രശ്നം അവിടെ ഇല്ല. ഗവൺമെന്റ് തീരുമാനം എടുത്താൽ മാത്രം മതി. ഇത്ര ഏക്കർ ലാൻഡ് ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ അത് അക്വയർ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിന് 1 രൂപ പോലും ഗവൺമെന്റിന് മുടക്കില്ല. കാരണം ഈ സ്ഥലം എല്ലാം ഗവൺമെന്റ് ആണല്ലോ. അതെ. അങ്ങനെ ആ ലാൻഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ 10 ലക്ഷം രൂപ പുറത്തു വരുന്ന വീട് നമ്മൾ നിർമ്മിച്ചു നൽകും. അത് നമ്മളുടെ സൂപ്പർവിഷനിൽ തന്നെ നമ്മൾ വെച്ച് നൽകും. എല്ലാം ഈ വീടുകളല്ലാതെ എന്ത് തരം സപ്പോർട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഈ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് താഴത്തെ നിലയിൽ ഈ വീടിന്റെ നമ്മൾ ഈ വീട് നൽകുന്ന അതിന്റെ ഉടമസ്ഥർക്ക് താമസിക്കാനും അതിന്റെ മുകൾ നില ടൂറിസത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഒരു ഹോം സ്റ്റേ ഫെസിലിറ്റി പോലെ കൊടുത്ത് അതിൽ നിന്നും വരുമാനം കിട്ടാൻ പറ്റാവുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ അന്നേരം ആവിഷ്കരിക്കുന്നത്. അതെ. അതായത് ഒരു മാസത്തിൽ 15 ദിവസമെങ്കിലും ഇവർക്ക് ഗസ്റ്റുകൾ ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം HRDS തന്നെ ഉണ്ടാക്കി കൊടുക്കും.
കാരണം അതിനുള്ള ഒരു നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ എല്ലാം കൂടെ എപ്പോഴും ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിനെല്ലാം ഒരു ക്രമീകരണത്തിലേക്ക് കൊണ്ടുവന്നാൽ വളരെ മാതൃകാപരമായ ഒരു പദ്ധതി നമുക്ക് അവിടെ നടപ്പാക്കാൻ പറ്റും. മനസ്സിലാക്കും. അങ്ങനെ നമ്മൾ അവർക്കൊരു താമസിക്കാൻ ഒരു വീട് മാത്രമല്ല, ആ വീട്ടിൽ നിന്നും അവർക്കൊരു ഇൻകം കൂടെ കിട്ടാൻ പറ്റാവുന്ന തരത്തിലുള്ള, അന്നേരം അവർക്കൊരു കിടപ്പാടമായി, അവർക്കുള്ള വരുമാനമായി. നമ്മൾ ഈ വീടുകൾ നൽകുമ്പോൾ ഇത്രയും ഫാമിലിക്കും ഒരു ഫാമിലിക്ക് 1 ഏക്കർ സ്ഥലം വീതം കൂടെ അവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു ഇവരൊക്കെ ഈ ഒരു കാർഷിക ഏർപ്പെട്ട് വന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് കുറച്ചുകൂടെ അവർക്ക് പരിചിതമായ ഒരു സംവിധാനം കാർഷിക വൃത്തി തന്നെയാണല്ലോ. അപ്പോൾ അവർക്ക് അതിനകത്തേക്ക് ഒന്ന് ഇൻവോൾവ്മെന്റ് കൊണ്ടുവരാൻ കഴിയും. പിന്നെ പല വീടുകളിലും ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഇനി എത്ര പേരാണ് അവശേഷിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പൊ കുട്ടികളൊക്കെ മാത്രമായിട്ടുള്ളവരുണ്ട്, പ്രായമായവർ മാത്രമായിട്ടുള്ളവരുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് പരിഗണന എടുത്തുകൊണ്ട് ഇതൊരു ഗ്രൂപ്പ് ഫാമിംഗ് എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ അതും ഫലപ്രദമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനെല്ലാം ഒരു കമ്മിറ്റി ഉണ്ടാവണം. അതിന് HRDS നേതൃത്വം കൊടുക്കാൻ മാത്രമേ HRDS നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഫാമിങ്ങിന് വേണ്ടുന്ന ഫെസിലിറ്റി ഒരുക്കുക, അവർക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകുക, അന്നേരം അവരുണ്ടാക്കുന്ന വിളകൾക്ക് ഒരു വിപണി കണ്ടെത്താൻ സഹായിക്കുക. അങ്ങനെ ഒരു സമഗ്രമായ സപ്പോർട്ടാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ നമ്മളവിടെ പ്ലാൻ ചെയ്തത് ഈ നമ്മുടെ ഒരു ഇസ്രായേൽ ടെക്നോളജി ഉണ്ട്. വളരെ വലിയ നിലയിൽ ഇതിന്റെ ഒരു ഏണിങ്സ് കൂട്ടാൻ കഴിയുന്ന ഒരു സംവിധാനം, അതായത് ഉൽപാദനം വളരെ ഫലപ്രദമായിട്ട് കൂട്ടാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് അവരുടേത്. അവര് മരുഭൂമിയിൽ ഇത് കാണിച്ചു തന്നതാണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. അങ്ങനെ നമുക്ക് സമഗ്രമായ പദ്ധതികളും പ്ലാനുകളും എല്ലാം തയ്യാറാക്കി ഈ സംസ്ഥാന സർക്കാർ നമ്മൾ നൽകി കഴിഞ്ഞു. എന്നാൽ ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഒരു അപ്രോച്ചും നിലപാടും എങ്ങനെയുണ്ട് ഇതുവരെ? ഇത് ഞങ്ങൾ ഡൽഹിയിലാണ് അന്ന് 3-ാം തീയതി ഇതിന്റെ പ്രസ് മീറ്റ് നടത്തുന്നത്. ഈ പ്രസ് മീറ്റ് നടത്തിയ ദിവസം തന്നെ രാവിലെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത് കൊടുത്തിരുന്നു. അവിടുന്ന് അപ്പം തന്നെ അതിന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് മറുപടി വന്നു, ഇത് നമ്മൾ ചർച്ച ചെയ്യാം, പരിഗണിക്കേണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്ത് വന്നിരുന്നു. പക്ഷെ പിന്നീട് ഇതേവരെ ഇത്രയും ദിവസങ്ങളായിട്ടും യാതൊരു നീക്കവും ഇതിന്റെ പേരിൽ ഉണ്ടാകുന്നില്ല. ഈ ആളുകളൊക്കെ ഈ വീട് കൊടുത്തതിൻ്റെയൊക്കെ ലിസ്റ്റൊക്കെ പറയുന്ന കൂട്ടത്തിൽ HRDSന്റെ കാര്യമേ മിണ്ടുന്നില്ല. പിന്നെ ഇന്നലെ മുതൽ നമ്മുടെ ദേശാഭിമാനി അങ്ങനെയുള്ള ഇടതുപക്ഷ മീഡിയയിൽ നമുക്കെതിരെ വലിയ പ്രകടനം കൊടുക്കുകയാണ്. HRDS വലിയ തട്ടിപ്പ് നടത്തുന്നതിനുണ്ട്, CSR ഫണ്ട് തട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. 100 കണക്കിന് കോടി രൂപ ഇതിന്റെ പേര് പിരിവെടുക്കും, എന്നിട്ട് അത് നമ്മളതൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഇവർ കൊണ്ടുവരുന്നുണ്ട്. അതിനും പാട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അന്നേരം ഞാനും ആ വാർത്ത ശ്രദ്ധിക്കുകയുണ്ടായി, ദേശാഭിമാനിയിലും വന്ന വാർത്ത. അന്നേരം അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള CSR ഫണ്ട് തട്ടിപ്പുകളോ CSR ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ HRDSന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? സുനിൽജി, ഇത് CSR ഫണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് തന്നെ യാതൊരു വിവരമില്ലാത്ത റിപ്പോർട്ടേഴ്സിനെയാണ് ഇവർ ഇതിനകത്തൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പം ദേശാഭിമാനി പോലൊരു പത്രം പാർട്ടിയുടെ മുഖപത്രമാണല്ലോ. അപ്പൊ അതിനകത്ത് ഇവരൊരു കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്വം സമൂഹത്തോട് കാണിക്കുന്നതാണ് ജനം വിചാരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പം മനസ്സിലാകുന്നു, ഇപ്പോഴുള്ള നേരത്തെ തന്നെ ആളുകൾക്കറിയാം, CPM ഒരു സാധനം വായിക്കുന്നില്ല, വായിക്കാതെ പോകുന്നത് ഈ ഇത്തരം കള്ളപ്രചരണങ്ങൾ മാത്രം നടത്താൻ വേണ്ടി ഒരു പത്രം തുടങ്ങിയിരിക്കുകയാണ് ഇവര്. നാട്ടുകാരുടെ നിന്ന് പൈസ പിരിച്ചാണ്. പണ്ട് ഞാനൊക്കെ ഇതിനു വേണ്ടി പൈസ പിരിച്ച് നടന്ന ആളാണ്. ഈ ബക്കറ്റ് വീര് നടത്തിയാണ് ദേശാഭിമാനിയുടെ എഡിഷൻ കൂട്ടാൻ വേണ്ടി. ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. അത് ഞാൻ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. സ്റ്റുഡന്റ് എന്ന് പറയുന്ന മാഗസിന്റെ എഡിറ്ററായിരുന്നു. JMC മാത്യു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്. അപ്പം ഇത് ഞങ്ങളൊക്കെ പിന്നെ അവിടുന്ന് ഓടി മാറിയവരാണ്, രക്ഷപ്പെട്ടവരാണ്. കാരണം ഇത് വലിയ കൊള്ളക്കാരുടെ കയ്യിലേക്ക് ഇത് പോയി എന്ന് മനസ്സിലായപ്പോൾ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റാതെ വന്നു. പിന്നെ അങ്ങേയറ്റത്തെ ഇപ്പൊ അറിയാമല്ലോ, ഇപ്പം ഒരു മതവിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി മാറിയത്. വേറെ ഒരു എത്തിക്സും ഇല്ലാതെ ഒരു മതത്തിന് വേണ്ടി മാത്രമാണ് ഈ പാർട്ടി നിലകൊള്ളുന്നത്. ഈ ഇടതുപക്ഷത്തിന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ ഇപ്പൊ HRDSന്റെ പ്രവർത്തനങ്ങളോട് ഒരു മുൻവിധിയോ അതല്ലെങ്കിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോ വരുവാൻ എന്തെങ്കിലും പ്രത്യേക കാരണം എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങള് നമ്മുടെ സ്വപ്ന സുരേഷിനെ അറിയാമല്ലോ. അതെ, സ്വപ്ന സുരേഷിന് ഒരു ജോലി ഓഫർ ചെയ്തതോടുകൂടിയാണ് HRDS എന്ന ഒരു പേര് മാധ്യമങ്ങളിലൂടെ വന്നു തുടങ്ങിയത്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനോടൊപ്പം പ്രവർത്തിച്ച ആളാണ് ഈ സ്വപ്ന സുരേഷ്. അങ്ങനെ ഒരാൾക്ക് പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ജയിലിൽ കടന്നു. അവിടുന്ന് അയാൾ തിരിച്ചു വരുന്നു, അയാളെ ഗവൺമെന്റ് വീണ്ടും തിരിച്ചെടുക്കുന്നു. മാത്രമല്ല ശിവശങ്കർ ഇവർക്കെതിരെ പല വേറെ മറ്റു തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് വന്നു. ആ സമയത്ത് സ്വപ്നയുടെ ഒരു സുഹൃത്ത് വഴി നമ്മളെ ബന്ധപ്പെടുന്നു.
നമ്മളവർക്ക് ജോലി കൊടുക്കുന്നു. ജോലി കൊടുക്കാനുണ്ടായ കാരണം ഈ സ്വപ്ന സുരേഷിന് വലിയ രൂപത്തിലുള്ള റിലേഷൻഷിപ്പ് ആഗോളതലത്തിലുള്ള ആളാണ്. ഗവൺമെന്റുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ്. അവിടുത്തെ രാജകുടുംബമൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളാണ്. അവര് വഴിയാണ് അന്ന് ഈ 700 കോടി രൂപ പ്രളയത്തിന്റെ സമയത്ത് നമ്മുടെ ഗവൺമെന്റിലേക്ക് വന്നില്ല. വരാനുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തതാണ്. അന്ന് കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചില്ല ഫണ്ട് വാങ്ങാൻ. കാരണം അവർക്കറിയാം ഈ ഫണ്ട് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇതൊന്നും ചെലവഴിക്കാൻ പോകുന്നില്ലെന്നും അതൊക്കെ വേറെ രൂപത്തിലേക്ക് വകമാറ്റിയ ഓരോ പണിക്ക് പോകുന്നു പറയാം. അതുകൊണ്ട് ഒരു വിദേശ രാജ്യത്തിന്റെ പണം അങ്ങനെ കൊണ്ടുവന്നിട്ട് അത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് രാജ്യത്തിന് ഡാമേജ് ആകുമെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കായിരുന്നത്. ഇപ്പൊ ഇവിടെ പിരിച്ചെന്തെങ്കിലും കാണിക്കുന്നല്ലോ. ഇപ്പൊ ഇവിടെ പ്രളയത്തിന്റെ ഫണ്ട് പിരിച്ചതിനകത്തുനിന്ന് കുട്ടികൾക്ക് ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ആ ഫണ്ട് വകമാറ്റുന്നു. അത് KFC വഴിയാണ് ചെയ്തത്. എന്നിട്ട് KFC ആ പൈസ തിരിച്ച് കുട്ടികളുടെ നിന്ന് വാങ്ങുന്നു. ഇതുപോലത്തെ തട്ടിപ്പുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഈ വിദേശത്തു നിന്ന് വരുന്ന ഫണ്ട് ഉപയോഗിച്ചാൽ അത് വലിയ ഡാമേജ് ആവും. രാജ്യത്തിന്റെ ഒരു സൽപ്പേര് തന്നെ ഡാമേജ് ആവും. അതറിയാവുന്നതുകൊണ്ടാണ് കേന്ദ്രം അത് സമ്മതിക്കായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്വപ്നയ്ക്ക് നമ്മൾ ജോലി കൊടുത്തപ്പോഴേക്കും പിണറായി വിജയന് നമ്മളോട് വലിയ ശത്രുതയായി. പിന്നെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് എൻ്റെ അനുജൻ ബിജു കൃഷ്ണൻ ഇടുക്കി പാർലമെന്റില് NDAയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നു. ഈ ബിജു കൃഷ്ണൻ എന്ന് പറയുന്ന അങ്ങയുടെ സഹോദരൻ അനിയനാണ്. അതെ. അപ്പം അതും ഇവർക്ക് ഒരു നമ്മളോടുള്ള ഒരു വൈരാഗ്യത്തിന് കാരണമാകുന്നു. നമ്മളെ ഒരു അതിനകത്തൊരു രാഷ്ട്രീയ കളറും അവർ കണ്ടു. അതായത് HRDSന്റെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് ഭയപ്പെടുകയോ അതല്ലെങ്കിൽ സ്വപ്ന സുരേഷ് നമ്മുടെ ഭാഗത്തേക്ക് വന്നാൽ അതിനെ ഏതെങ്കിലും തരത്തിൽ പൊളിറ്റിക്കലി ഉപയോഗിക്കുകയോ അങ്ങനെയുള്ള ഭയമോ ഒക്കെ ആവാം ഒരുപക്ഷെ. അതെ. CPM എന്നും HRDSനെ ഭയത്തോടെയാണ് കാണുന്നത്. CPM ഇത് എന്തിനാണ് നമ്മൾ ഇത്ര പേടിക്കുന്നത് നമുക്കറിയില്ല. നമ്മള് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള CSR ഫണ്ട് വകമാറ്റി ചിലപ്പോ അല്ലെ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ HRDS? സുനിൽജി, HRDSന്റെ ഒരു സ്ഥാപന സമയം മുതൽ അതിന്റെ സെക്രട്ടറിയാണ് ഞാൻ. 1 രൂപയുടെ പോലും അഴിമതി നടത്താത്തൊരു സംവിധാനമാണിത്. നടത്താൻ പറ്റില്ല. കാരണം അങ്ങനെ ആ ഒരു ക്രമീകരണമാണ് HRDS ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആർക്കും 1 രൂപ പോലും, ഇത് കംപ്ലീറ്റ് ഓഡിറ്റഡ് ആണ്. ഇതിനകത്ത് നിന്ന ആളുകളൊക്കെ അതുപോലെ ക്വാളിറ്റി ഉള്ള ആളുകളാണ്. ആ ഒരു ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ തുടങ്ങിയത് തന്നെ. അല്ലാതെ ഇതിനൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി ഇവരൊക്കെ മറ്റേ ശക്തി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരുപാട് CPM തുടങ്ങിയ സാധനങ്ങളുണ്ട്. പുസ്തക പ്രസാദ സംഘം അങ്ങനെയൊന്നും തുടങ്ങിയ സാധനമല്ലത്. ഇത് വളരെ കൃത്യമായ ഒരു അജണ്ടയോട് കൂടി തുടങ്ങിയ സംവിധാനമാണ്. എനിക്ക് തോന്നുന്നു ഈ ഇടതുപക്ഷത്തിന് HRDSനോടുള്ള ഒരു സമീപനത്തിൽ മൊത്തം ഒരു മാറ്റം വന്നത് ഈ സ്വപ്ന സുരേഷിന് HRDSൽ ഒരു ജോലി കൊടുത്തതിന് ശേഷമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി ഇലക്ഷന് അങ്ങയുടെ സഹോദരൻ കാൻഡിഡേറ്റായി നിന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയം HRDSന് വേറൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു ശത്രുതാ മനോഭാവം പുലർത്തുന്നത്? HRDS എന്ന സംഘടനയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമല്ല. HRDSന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിശപ്പിന്റെ രാഷ്ട്രീയമാണ്. പക്ഷേ HRDSന്റെ പ്രവർത്തകരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സ്വാമിജി, HRDSന്റെ പ്രസിഡന്റ് സ്വാമി ആത്മനമ്പി സന്യാസിയാണ്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമില്ല. പക്ഷേ HRDSന്റെ വൈസ് പ്രസിഡന്റ് KG വേണുഗോപാൽ ആദ്യകാല സംഘം പ്രവർത്തകനായിരുന്നു. RSSന്റെ പ്രചാരകമായിരുന്ന ആളാണ്. ഈ V മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ മോദിജിയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. നാഗ്പൂര് വളരെ കാലം മോദിജിയോടൊപ്പം താമസിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. ഇപ്പോഴും അദ്ദേഹം ആ രാഷ്ട്രീയം പിന്തുടരുന്നുണ്ട്. എന്നുകൊണ്ട് HRDSലേക്ക് അത് കൊണ്ടുവരേണ്ട ഒരു കാര്യം വരുന്നില്ല. പിന്നെ വേറൊരു കാര്യം, അന്ന് വേണുജിയുടെ ഒരു കാലത്താണ് ഈ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് വേണുജിയാണ്. ഇവിടെ നിന്ന് കോൺഗ്രസിൻ്റെ ഒരു തേർവാഴ്ച നടക്കുന്ന സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റുകാരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. വേണുജിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വേണുജിയുടെ പേരിലാണ്. പിന്നീട് ഇപ്പം നോക്കുമ്പോൾ ഇപ്പം ഞാനൊക്കെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം പിന്തുടർന്ന് വന്ന ആളുകളാണ്. ഞങ്ങൾ SFI കൂടെ വന്നവരാണ്, ഞാൻ, എൻ്റെ അനിയൻ, അങ്ങനെയുള്ളവരൊക്കെ. ഇപ്പം നമ്മുടെ HRDSന്റെ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ജോയ് മാത്യു CPMന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു, ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, ഗാന്ധി സർവകലാശാലയിലെ സ്റ്റുഡൻസ് യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയൊക്കെ ആ ഒരു എല്ലാ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിലും വിശ്വസിക്കുന്നവർ ഇപ്പോൾ HRDSലുണ്ട്. കോൺഗ്രസിന്റെ ആളുകളുണ്ട്, പലരും കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. അങ്ങനെ നമുക്കൊരു പ്രത്യേക
അതായത് HRDS പ്രത്യേക ഒരു രാഷ്ട്രീയം ഇല്ല എന്ന് ചുരുക്കം. HRDS സംഘടന എന്നുള്ള നിലയിൽ രാഷ്ട്രീയമില്ല. പിന്നെ ഞങ്ങൾ ഇത്തരം അഴിമതിക്കും കൊള്ളയ്ക്കും എല്ലാം എതിരെ പ്രവർത്തിക്കേണ്ട ആളുകളല്ലേ. നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന NGO എപ്പോഴും ചെയ്യേണ്ടത് അത് തന്നെയാണ്. അല്ലാതെ ഇതിനെല്ലാം ഒത്താശ പാടി നിൽക്കുകയും ഇവരുടെ എല്ലാം അജ്ഞാനവർത്തികളായി നിൽക്കേണ്ടവരും അല്ലല്ലോ. അന്നേരം ഇത്തരത്തിൽ അതായത് ഒരു ഗ്രൂപ്പിനെ HRDS പോലുള്ള ഒരു പ്രസ്ഥാനത്തെ ഇതിന്റെ പൂർണ്ണ ചുമതല ഏൽപ്പിക്കുക. ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു വീട് വെച്ചു കൊടുക്കുക എന്നല്ല, 500ഓളം വീടുകൾ വെച്ചു കൊടുക്കുക. അതുകൂടാതെ അവരുടെ ഒരു സമഗ്ര പരിരക്ഷ, 10 വർഷത്തോളം അവരോടൊപ്പം നിന്നൊരു അവരുടെ സമഗ്ര ഡെവലപ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അന്നേരം ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഇതുപോലുള്ള ഒരു പ്രസ്ഥാനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സർക്കാരിന് ഒരു മൈലേജ് കിട്ടാതെ വരികയും ഈ പ്രസ്ഥാനം അതിന്റെ മൈലേജ് പോവുകയും ഒക്കെയുള്ള ഒരു ഭയപ്പാടോ പേടിയോ ഒക്കെ ആവാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ലക്ഷ്യം. ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെടുകയാണ്, 500 വീട് നിങ്ങൾ ഉണ്ടാക്കി തരണ്ട, ആ പണം ഞങ്ങൾക്ക് ഇങ്ങനെ തന്നാൽ മതി, ഞങ്ങളത് ഉചിതമായ രീതിയിൽ അത് ചെലവഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ HRDSന്റെ നിലപാട് എന്തായിരിക്കും? കേരളത്തിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളെയും വളരെ സന്തോഷത്തോടെ കാണുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ്റുകൾ എടുക്കുന്നത്. നമ്മുടെ ഒരു പരിചയം വെച്ചിട്ട് നോക്കുമ്പോൾ അത് പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി അതാണ് അവസ്ഥ. ദുരന്തങ്ങൾ സംഭവിക്കുന്നു, അപ്പോൾ തന്നെ അന്ന് പിറ്റേ ദിവസം മുതൽ പിരിവ് ആരംഭിക്കുകയാണ്. ഇത് സുനിൽജി ഒരു കാര്യം മനസ്സിലാക്കൂ, നമ്മളുടെ സംസ്ഥാനത്തൊരു അത്യാഹിതം ഉണ്ടാകുന്നു, ഇത്ര പ്രശ്നങ്ങൾ, ആളുകളുടെ ഒരു വലിയ അപകടത്തിലേക്ക് വിടുവാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. അല്ലാതെ പിരിവെടുത്തും അല്ലാതെ ആളുകളോട് നിങ്ങൾ ഈ ബക്കറ്റ് പിരിവ് നടത്തുന്നു ഇത്രയും കൂടി വന്നിട്ട് പോലും ഇപ്പോൾ അവർക്ക് അനുവദിച്ചേക്കുന്ന പണം എത്രയാണ്? വെറും നക്കാപ്പിച്ച പണം. ഇവൻ 300 രൂപ അവരുടെ പ്രതിദിന ചെലവിന് കൊടുത്ത ഓഫർ ചെയ്ത പൈസ പോലും കൊടുത്തിട്ടില്ല. ഈ പണം വന്ന് അവിടെ കിടപ്പുണ്ട്, എന്ത് ചെയ്ത് കൊടുക്കാത്തത്? അപ്പോൾ ഇതാണ് പറയുന്നത്, ഇതെല്ലാം പണസമാഹരണത്തിനുള്ള ടെക്നിക്കായിട്ട് ഇതിനെല്ലാം ഉപയോഗിക്കുകയാണ്. ഇത് നമ്മുടെ ഈ സുനാമി മുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണല്ലോ ഇത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആളുകൾ ഈ ഗവൺമെൻറ് ഈ സംവിധാനത്തെ വിശ്വസിക്കാതെ പോകുന്നത്. ഇപ്പോൾ ഇവരുടെ ഡിവൈഎഫ്ഐ എന്താ കാണിച്ചത്? CPMന്റെ യുവജന പ്രസ്ഥാനം 25 വീട് വെച്ച് കൊടുക്കാന്ന് പറയുന്നത്, അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കാന്ന് പറയുന്നില്ല. അവർക്ക് പോലും ചുരുക്കം പറഞ്ഞാൽ വിശ്വാസമില്ല. ഡിവൈഎഫ്ഐ പോലും ഈ സംവിധാനത്തെ വിശ്വസിക്കുന്നില്ല. പിന്നെ ബാക്കിയുള്ളവരെങ്ങനെ വിശ്വസിക്കും? ഞങ്ങൾ എന്തായാലും അത് ചെയ്യാൻ തയ്യാറല്ല. HRDS നിലപാടെന്ന് പറയുന്നത് പണമായി നൽകില്ല, ഈ പദ്ധതി നടപ്പാക്കി കൊടുക്കുക. അതിന് 1 രൂപ ഗവൺമെന്റ് തരണ്ടെന്നേ. ഗവൺമെന്റ് ഒരു പൈസ അതിന് വേണ്ടി മുടക്കണ്ട. ഇവര് വെറുതെ ഇരുന്നാൽ മതി. ഇവരിപ്പോ ഇതിനു വേണ്ടി പിരിച്ച പൈസ ഉണ്ടല്ലോ, അത് ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാൻ അവർക്കും മറ്റു കാര്യത്തിന് കൊടുക്കാതെ ഈ ആളുകൾ ഇത് ഇവരുടെ ഒരു ദുരന്തം കണ്ടിട്ടാണ് ആളുകൾ ഈ പൈസ കൊടുത്തേക്കുന്നത്. ഈ വയനാട്ടിലെ ദുരന്തത്തിനാണ് പൈസ കൊടുക്കുന്നത്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ട്, അതിനകത്തേക്ക് കുറച്ച് പൈസ ഇട്ടേക്കാന്ന് വെച്ച് ഇടുന്നത് നല്ലത്. അങ്ങനെയാണ് നേരത്തെ ഇട്ടാനെ. ഇത് ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പൈസ ഇടുന്നത്. അതായത് ആ ദുരന്തത്തിൽ, അതായത് നമ്മുടെ മുണ്ടക്കൈ ചുരൽമലയിൽ ഉണ്ടായ ആ ദുരന്തത്തിന് ഇരയായ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവരോടുള്ള ഐക്യദാർഢ്യമാണ്, അവരോടുള്ള അതിനു വേണ്ടിയിട്ടാണ് പൈസ കൊടുക്കുന്നത്. അല്ലാതെ ഇതൊരു നിധി ഉണ്ടാക്കി വെക്കുന്നു, അതിനകത്തേക്ക് ഇപ്പം വരുമ്പോൾ പൈസ ഇട്ട് വെക്കുന്നു, പിന്നീട് അത് പിണറായി വിജയൻ സൗകര്യമുള്ള CPMന്റെ ആളുകൾക്ക് അതിന് ചികിത്സാ ചെലവ് അതിനെടുത്ത് കൊടുക്കാനുള്ള സാധനം അല്ലത്. അത് അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്ന പൈസയാണ്. ആ പണം എന്താണ് കൊടുക്കാൻ ബുദ്ധിമുട്ട്? ഇപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നില്ല, അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള ഫണ്ടുകൾ ഇതിനു വേണ്ടിയിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്ന, മറ്റു പല കാര്യത്തിനും ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അത് മര്യാദകേട്ടല്ലേ അങ്ങനെ പറയുന്നത്? ഈ ഇതിനു വേണ്ടിയിട്ട് പൈസ പ്രത്യേക കാര്യത്തിന് വേണ്ടി പണം കളക്ട് ചെയ്തിട്ട് അതിന് വിനിയോഗിക്കാതെ അത് മറ്റെന്തെങ്കിലും ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് അഴിമതിക്കും തട്ടിപ്പിനും വേണ്ടി മാത്രമാണ് എന്ന്. അതായത് നമ്മുടെ ഇവർക്ക് കുട്ടികൾക്ക് ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ തവണ ഈ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കുന്നതിനുള്ള ഫണ്ട് എടുത്ത് ചെലവാക്കിയത്. അത് KFC വഴിയാണ് അത് കൊടുത്തത്. എന്നിട്ട് ഈ കുട്ടികളെ കൊണ്ട് KFCയിലേക്ക് പൈസ തിരിച്ചടപ്പിച്ചു. അപ്പോൾ അതിനകത്ത് നടന്നിരിക്കുന്ന അഴിമതി എത്രമാത്രമാണ്. അതിന് പർച്ചേസ് അടക്കമുള്ളതിനകത്ത് വലിയ കോടികളുടെ വെട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള അവസരം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമല്ല നടത്തുന്നത്. എന്തിനാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്? ജനങ്ങൾക്ക് ഈ ഒരു ഭരണകൂടത്തിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവല്ലേ പ്രഗത്ഭരായിട്ടുള്ള വലിയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാമല്ല, അത് ചുരുക്കം ചില ഇവരുടെ ആളുകൾ അല്ലാതെ ബാക്കി എല്ലാവരും വീടുകളിൽ കഴിഞ്ഞ ദിവസം ഒന്ന് നമ്മൾ ഓഫ് ഹാൻഡായിട്ട് നോക്കുമ്പോൾ തന്നെ 2000-ത്തിനടുത്ത് വീടുകൾ തന്നെ പല ആളുകളും ഓഫർ ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ ഭരണകൂടത്തോടുള്ള ഒരു വിശ്വാസമില്ലായ്മയല്ലേ അത് കാണിക്കുന്നത്? വിശ്വാസമില്ലായ്മയും പ്രതിഷേധവും എല്ലാം കൂടെയാണ്. ഇപ്പം ഈ ഇവരുടെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇപ്പം മോദിജിയെ അനുകൂലിച്ച് സംസാരിക്കുന്നവരെ അല്ലെങ്കിൽ മോദിജിയെ ഫോളോ ചെയ്യുന്നവരെ ഒക്കെ ശത്രുക്കളായിട്ട് കാണുന്ന ഒരു നിലപാടുണ്ട്. ഇപ്പോൾ HRDSനോട് എടുക്കുന്ന ഒരു സംവിധാനം ഇത് തന്നെയാണ്. ഇപ്പോൾ HRDS മോദിജിയെ ഫോളോ ചെയ്യുന്ന ഒരു സംഘടന തന്നെയാണ്. കാരണം അദ്ദേഹം ഇവിടെ ഒരു സമഗ്ര മാറ്റം കൊണ്ടുവന്ന ആളാണ്.
ആ മാറ്റത്തിനോടൊപ്പം നിൽക്കേണ്ടതാണ് തലയ്ക്ക് ഒരു വെളിവുള്ള ആളുകളെല്ലാം ചെയ്യേണ്ട ഒരു കാര്യം അത്. ഇപ്പോൾ ഇവിടുത്തെ CPM-കാരനത് മനസ്സിലാകുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു ആജ്ഞാനുവർത്തികളായിട്ട് ഇപ്പോൾ CPM-ൻ്റെ പാർട്ടി സെക്രട്ടറി വിചാരിക്കുന്നതാണ് പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞാൽ ഇയാൾക്ക് ഇതെല്ലാം കിട്ടാൻ പോകുന്നു എന്ന് വിചാരിക്കുന്നത്. ഒരു മണ്ണാങ്കട്ട നടക്കില്ല. ഇതിപ്പം ഇങ്ങനെ ഇത് മുഹമ്മദ് റിയാസിന് കൊടുക്കാനാണ് പ്ലാൻ ഇടുന്നത്, അത് നടക്കാനും പോകുന്നുള്ളൂ. അല്ലാതെ തന്നെ ഈ ഒരു വിഭാഗം, ആ ഒരു പ്രത്യേക വിഭാഗം ഇതെല്ലാം കൈയടക്കി കഴിഞ്ഞു. ഇവരുടെ പാർട്ടി ഓഫീസുകൾ തന്നെ ഇവർ കയ്യേറി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് അവരുടെ നിസ്കാര മുറിയും അടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തേക്കുന്നത്. പിന്നെ ഇതെങ്ങനെ ആകാനാണ്? ഇവിടെ ആര് ഇവര് കേരളത്തിന്റെ മുഴുവൻ സംവിധാനം കൊണ്ടു നടക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ഇവർ മുസ്ലിം ലീഗ് പോലെ വേറെ സംവിധാനമായി മാറിയേക്കുവാണ്. എന്നാലും ചുരുക്കം പറഞ്ഞാൽ കമ്മ്യൂണിസം ഇന്നില്ല. അത് പിണറായി വന്നതോടുകൂടി ഇല്ല. അതായത് നമ്മുടെ നയനാരുടെ മന്ത്രിസഭയുടെ സമയത്താണല്ലോ ഈ പി ശശി എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റിയിരുത്തി. നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നല്ലോ. അയാളെ വെച്ചുകൊണ്ടാണ് ഈ അഴിമതി മുഴുവൻ തുടക്കമെടുത്തത്. അങ്ങനെയൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. രാജീവ് ഗാന്ധിയുടെ സമയത്ത് ബോഫോഴ്സ് അഴിമതി 300 കോടി രൂപയുടെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരിൽ നടത്തിയ ഒരു ആരോപണമാണ്. ഈ കേരളത്തിൽ ഉണ്ടായത് 350 കോടിയായിരുന്നു ലാവലിൻ അഴിമതി. അതിനേക്കാളും വലിയ അഴിമതി ഇവിടെ നടന്നത് ഒരു ഇട്ടാവട്ട സ്ഥലത്ത്. അപ്പം ഈ അഴിമതിയുടെ തുടക്കം തന്നെ ഇന്ത്യയുടെ ഈ മൂലയിൽ നിന്ന് ആണ് തുടങ്ങുന്നത്. ഇവിടെ അത് ഈ പി ശശിയെ കൊണ്ടുവച്ചിട്ട് നടത്തിയൊരു പരിപാടി. അത് അന്ന് അയനാര് വെറും പാവയായിരുന്നു. പുള്ളി തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു എന്നുള്ളതല്ലാതെ അന്ന് ഭരിച്ചതും പിണറായി വിജയൻ തന്നെയാണ്. പി ശശിയാണ് ഭരിച്ചത്, ഈ കണ്ണൂർ ലോബിയാണ് ഭരിച്ചത്. ഇന്നും ആ ഒരു കണ്ണൂർ ലോബി ഒരു പി ശശി തന്നെയാണോ ഇന്നും കേരളത്തിന്റെ ഭരണചക്രം തിരിക്കുന്നത്? എന്നെ 5000 ഏക്കർ സ്ഥലം ആദിവാസികളുടെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയിലാണ് എന്നെ കള്ളക്കേസിൽ കൊടുക്കുക അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ വേറൊരു കേസിൽ പരാതി കൊടുക്കാൻ സ്റ്റേഷനിൽ പോയതാണ്. എന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ട് DGP പറയുകയാണ് ഇവനെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അന്ന് അവിടെ എന്നെ അറസ്റ്റ് ചെയ്യാൻ ഇവർ പറയുന്ന DYSP സമ്മതിക്കുന്നില്ല, SP സമ്മതിക്കുന്നില്ല. കാരണം എൻ്റെ പേര് കേസൊന്നുമില്ല, വെറുതെ ഒരു കള്ളക്കേസ് എടുക്കാനാണ് പറയുന്നത്. ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾക്ക് അങ്ങനെ ഇവരെ എതിർക്കുന്നതിൻ്റെ പേരിൽ കേസെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു അങ്ങയുടെ പേരിലും കേസെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലോ ഇവിടുത്തെ മറ്റു മാധ്യമ പ്രവർത്തകർ ഒരുപാട് പേരുടെ പേര്. ഇവരെ ആരെതിർക്കുന്നോ അവരെ പോലീസിനെ ഉപയോഗിച്ച് ഇവർ അടിച്ചമർത്താൻ നോക്കുകയാണ്. ഇത് എത്ര കാലം നടക്കും? ഞങ്ങളിപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഞങ്ങളെടുക്കെതിരെ ദേശാഭിമാനി ഇങ്ങനെ വാർത്ത കൊടുക്കുന്നു. അത് വലിയ വാർത്തയാണ് കൊടുക്കുന്നത്. HRDC തട്ടിപ്പ് നടത്താനുള്ള സംവിധാനം ഒരുക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിലെ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ CSR ഫണ്ട് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുകയോ വക മാറ്റി ചെലവഴിക്കുകയോ ചെയ്തിട്ടുണ്ടോ? 1 രൂപയുടെ തട്ടിപ്പ് നടക്കരുത് CSRനകത്ത്. അത് കൃത്യമായ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്താണ് ഈ ഫണ്ട് അനുവദിക്കുന്നത്. വെറുതെ ഇവരുടെ ഈ പിരിവ് പോലുള്ള പരിപാടിയല്ലോ അത്. നമ്മൾ കൃത്യമായിട്ട് പ്രോജക്റ്റ് കൊടുക്കണം, അതിൻ്റെ ബെനിഫിഷ്യറി ലിസ്റ്റ് കൊടുക്കണം, ഇത് ആർക്കാണ് ഇത് കൊടുക്കുന്നത്, മുഴുവൻ കാര്യങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. അതിന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം പരിശോധിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഫണ്ട് തരുന്നത്. ഈ ഫണ്ട് തന്നു കഴിഞ്ഞാലും ഇത് വെറുതെ അല്ല ഇരിക്കുന്നത്. ഇതിന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇതിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ മാത്രമേ NOC തരുള്ളൂ. NOC എന്നാലേ അടുത്ത ഫണ്ട് വാങ്ങാൻ കഴിയുള്ളൂ. ഇത് മാത്രമല്ല, ഈ സ്വപ്ന സുരേഷിന്റെ വരവോടുകൂടി നമ്മുടെ മുഴുവൻ സ്ഥാപനങ്ങളിൽ ഇവർ നിരന്തരം റെയ്ഡായിരുന്നല്ലോ. ഇവരുടെ വിജിലൻസ്, ഇവരുടെ പോലീസ്, ഇവരുടെ സംവിധാനങ്ങൾ മുഴുവനും ഉപയോഗിച്ചിട്ട് എത്രയോ റെയ്ഡുകൾ നടത്തി. എന്നിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഈ പാർട്ടിയുടെ മുഖപത്രം നമ്മൾ കൊള്ളക്കാരെന്ന് പറയുന്നത്? അപ്പം ഞങ്ങൾ ഇപ്പൊ ഈ അവിടെ വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിണറായി വിജയന്റെ ഈ ഇതിനകത്തേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് കൊടുക്കരുതെന്ന് ആരോടും പറഞ്ഞില്ല. പിണറായി വിജയൻ കള്ളാനെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ഇതൊന്നും പറഞ്ഞില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഓഫർ വെച്ചപ്പോഴേക്കും ഇവരിത്ര വിരളുന്ന എന്തിനാണ്, പേടിക്കുന്ന എന്തിനാണ്? HRDC എന്ത് കുഴപ്പം കാണിച്ചിട്ടത്? ഞങ്ങൾ വേറെ വല്ലതും പറഞ്ഞു. അവിടെ ഈ ആളുകൾ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള വലിയ പദ്ധതികളായിട്ട് എന്തിനാണ് വരുന്നത്? 500 വീട് വെച്ചു കൊടുക്കുക എന്ന് പറയുന്നു, 10 വർഷം അവരോടൊപ്പം നിന്ന് അവരുടെ സമഗ്ര ഡെവലപ്മെന്റ് നടത്താമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു പിന്നെ സർക്കാർ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അല്ല, സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ നമ്മളെപ്പോലുള്ള ആളുകൾ പറയേണ്ടി വരുന്നത്. കാരണം ഇവർക്ക് നടക്കില്ലത്. ഞങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ ഇവർ ബാക്കിയുള്ള കാര്യത്തിന് സമാധാനം പറയേണ്ടി വരും. നമ്മുടെ നമ്മുടെ നിലമ്പൂരുണ്ടായ കഴിഞ്ഞ പ്രളയത്തിലുണ്ടായ വീടുകൾ പോയ മണ്ണിടിച്ചിലുണ്ടായി 59ഓളം പേര് മരിക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടല്ലോ. അവിടെ വീട് പണിയാൻ വേണ്ടി അവിടുത്തെ കളക്ടർ HRDSന്റെ പ്രോജക്റ്റ് വന്ന് അട്ടപ്പാടി വന്ന് കണ്ടിട്ട് അവിടെ നമ്മൾ പണിതിരിക്കുന്ന വീടുകൾ കണ്ടിട്ട് അതേപോലെയുള്ള വീടുകൾ അവിടെ പണിത് കൊടുക്കുന്നതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി. അൻവർ എന്ന് പറയുന്ന ഇവരുടെ MLA അത് സമ്മതിക്കുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ കളക്ടർ ഇതിനു വേണ്ടി എടുക്കാൻ തീരുമാനിച്ച സ്ഥലം അൻവറിന് പറ്റിയല്ല. അൻവർ വേറെ മലയുടെ മുകളിലൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അത് അൻവറിൻ്റെ ഏതോ ബന്ധുവിൻ്റെ അങ്ങനെ എന്തോ ആളുടെ സ്ഥലമാണ്. അത് സർക്കാരിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവിടെ ഇത് നടത്താൻ അൻവർ നോക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖല തന്നെ കുറച്ച് മാറി അതേപോലത്തെ ഒരു സ്ഥലത്ത് ഇത് കൊണ്ട് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ?
കളക്ടർ അത് സമ്മതിക്കാതിരുന്നപ്പോഴത്തേക്കും കളക്ടറെ മാറ്റുന്നു. ആ പദ്ധതി തന്നെ ഇതുവരെ നടന്നിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ആ MLA ആയിരിക്കുന്ന ആളുടെ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും പരിസ്ഥിതി ലോല മേഖലയിലാണ് ഇദ്ദേഹത്തിന്റെ പാർക്കും പ്രസ്ഥാനങ്ങളും എല്ലാം ഉണ്ടാക്കി ഡാം അടക്കം പൊളിച്ചു കളയാൻ വേണ്ടി ഇപ്പോഴും ഉത്തരവിട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു രാജ്യവിരുദ്ധമായ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണിയായി മാറിയ ഒരാളാണ് ഈ മന്ത്രിസഭയിൽ ഇരുന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഇത്തരം കൊള്ളക്കാരുടെ ഒരു കൂട്ടമായി ഇത് മാറി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പറയാറുണ്ട്, ഇപ്പൊ നമ്മൾ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു അന്തസ്സത്ത തന്നെ ഇവർ കളഞ്ഞു. അത് ലോകത്താകമാനം പരാജയപ്പെട്ട ഒരു സാധനമല്ല, ഇവിടെ മാത്രമല്ല, ലോകത്താകെ പരാജയപ്പെട്ട ഒരു ഇസം വെച്ചുകൊണ്ടാണ് ഇവർ ഇറങ്ങുന്നത് ഈ പരിപാടിക്ക്. അത് കേരളത്തിൽ എങ്ങനെ നടക്കുന്നത്? കേരളത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല. ഇവിടെ ബംഗാളിൽ അവിടെ കുട്ടിച്ചോറാക്കി അവിടെ ജനം പട്ടിണി കിടന്ന് അടുത്തവരെ ചവിട്ടി പുറത്ത് കളഞ്ഞു. ഇവിടെ ത്രിപുര ഇതാണ് സംഭവിച്ചത്. കേരളത്തിൽ ഈ വിദ്യാസമ്പന്നന്മാർ മാത്രമുള്ള സ്ഥലത്താണ് ഇപ്പോഴും ഇത് പിടിച്ചു നിൽക്കുന്നത്. അത്ഭുതമാണ് കേരളത്തിലെ ജനങ്ങളുടെ ചിത്രം. ഇത്രയും ഇവർ ആവേശം കാണിക്കുന്നു. ഇവര് ഈ ദുരന്തം കേന്ദ്ര സർക്കാർ വെൽ ഇൻ അഡ്വാൻസ് തന്നെ ഇതിന്റെ ഒരു സാധ്യതയെക്കുറിച്ച് അറിയിച്ചിട്ട് പോലും അത് ഓൺ ടൈം ഇത് ജനങ്ങളെ കൺവേ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിലും അപകട സാധ്യതയുള്ള മേഖലകളിൽ ഇവർ കാര്യമായ ഒരു പ്രവർത്തനം നടത്തുന്നില്ല. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിലും ഇപ്പോൾ നമ്മുടെ ഒരു അടുത്ത സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വലിയ ഒരു ദുരന്തം നടന്നത്. പക്ഷേ ഭാഗ്യമെന്നോണം വലിയ ആളുകൾക്ക് അപായം ഉണ്ടായില്ല. അന്നേരം ഇങ്ങനെയുള്ള ഒരു ജലബോംബ് ഇവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെയും ഇവർ ഈ 10-12 വർഷം മുമ്പ് പിണറായി വിജയൻ നടത്തിയ പ്രസംഗങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇതിനൊരു കുഴപ്പവുമില്ല, ഏതെങ്കിലും കാരണവശാൽ ഒരു മേഘസ്ഫോടനമോ തുടർച്ചയായിട്ട് മഴ പെയ്യുകയോ മണ്ണിടിച്ചിലോ വന്നാൽ വലിയൊരു ദുരന്തമാണ് കേരളത്തെ കാത്തിരിക്കുന്നത്. അന്നേരം ഇത്തരം കാര്യങ്ങളിലൊന്നും ഇവർക്ക് ആശങ്കയില്ലെന്നാണ് പറയുന്നത്. അത് ഇവർക്ക് എന്തിനാണ് ആശങ്കയുള്ളത്? അല്ല, ഇവരെ സംബന്ധിച്ച് ഇവരെല്ലാം സേഫാണ്. പിണറായി വിജയനെ സംബന്ധിച്ച് പാവപ്പെട്ടവൻ എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല, ഒരു ചുക്കുമില്ല. കാരണം പിണറായി വിജയന്റെ ഫാമിലി സേഫാണ്. മകളും മകനും കോടീശ്വരന്മാരാണ്. നിരന്തരം ഫണ്ട് ഇവരുടെ എല്ലാ അക്കൗണ്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മകൻ ഒരു പണം സൂക്ഷിപ്പിന് വേണ്ടി മാത്രം ദുബായി നിൽക്കുകയാണ്. ഈ പണത്തിന്റെ ഒരു ട്രസ്റ്റ്, അതെ, അതിനുവേണ്ടി മാത്രമാണ് അയാൾക്ക് അവിടെ ജോലിയും കൊടുത്ത് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ സമൂഹത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു വിഷയമാണോ? അവര് ഇപ്പൊ പിണറായി വിജയൻ ഇപ്പൊ 1.5 കൊല്ലം കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ നേരെ അമേരിക്കക്ക് പോകും. ഇവിടുത്തെ പാർട്ടിക്കാരനല്ല ഇതിലെ വെറുതെ നടക്കും. ഗോവിന്ദൻ വിചാരിക്കും ഗോവിന്ദന് ഇതെല്ലാം കിട്ടുന്നത്. ഗോവിന്ദനൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് മുഹമ്മദ് റിയാസിനെ ഇതെല്ലാം കൂടെ ഏൽപ്പിച്ചിട്ട് അയാൾ പോകും. ഇത് നടക്കാൻ പോകുന്നത്. ഇതെന്ന് ഇവിടുത്തെ ഈ പാർട്ടിക്കാർക്ക് മനസ്സിലാവും? ശരിക്കും ഇയാള് പറ്റിക്കുന്ന പാർട്ടിക്കാരെ തന്നെയല്ലേ? അവര് വേണ്ട അയാളോട് ചോദിക്കാൻ. മാവോ പറഞ്ഞെന്താണ്? നിന്റെ കയ്യിൽ 2 തോക്ക് വേണം, ഒന്ന് നിന്റെ ശത്രുവിനെ നേരിടാനും ഒന്ന് നിന്റെ നേതാവിനെ നേരെ നടത്താനും എന്ന് മാവോ പറയുന്നുണ്ട്. ഇവന്മാർ ഈ മാവോയെ ഒന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അതെങ്കിലും ആ പുസ്തകം ഒന്ന് വായിച്ചാൽ മതിയായിരുന്നു. ഈ ഇവിടുത്തെ ഇവന്മാർക്ക് ബോധം ഉണ്ടായേനെ. ഇത് അതുപോലും ചെയ്യല. പിണറായി വിജയൻ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും. ഇപ്പോഴത്തെ യുവജനതയുടെ കാര്യം എന്താണ്? യുവജനങ്ങളുടെ കാര്യം എന്താണ്? തൊഴിൽ ഇല്ലായ്മയുടെ കാര്യത്തിൽ നമ്മൾ കാശ്മീരിനേക്കാളും പുറകിലാണ്. കാശ്മീരിൽ ഏതിനും തൊഴിലുണ്ട്. അത്രയ്ക്ക് വിദ്യാസമ്പന്നർക്ക് പണിയില്ലാത്ത 7,000-8,000 രൂപയാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് എറണാകുളത്ത് സാലറി കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ സാലറി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ജനങ്ങൾ ജീവിക്കുകയാണ്. മുഴുവൻ മയക്കുമരുന്ന്, കഞ്ചാവ് എന്ന് വേണ്ട സകല തോന്നിവാസങ്ങളാണ് യുവജനങ്ങൾ, സ്കൂൾ കുട്ടികൾ മുതൽ തുടങ്ങുവാണ്. അപ്പൊ ഇതിലൊന്നും ഇവർക്ക് ശ്രദ്ധയില്ല. ഇവരിതിനെല്ലാം അഴിച്ചുവിടുകയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കൊണ്ടുവരുന്ന ഒരു വിഭാഗം ഏതാണ് അറിയാലോ? അപ്പൊ ആ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന പണി മാത്രമാണ് ചെയ്യുന്നത്. എത്ര കണ്ടെയ്നർ മയക്കുമരുന്നാണ് കൊച്ചി കായലില് അവിടെ കടലിൽ താത്തിക്കളഞ്ഞത്? 3,000-4,000 കോടിയുടെ കയ്യിൽ പോകുന്നത്. അപ്പൊ ഇങ്ങനെ സംസ്ഥാനത്തിന്റെ കാര്യങ്ങളിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു ഗവൺമെന്റ് ഇവിടെ മുമ്പോട്ട് പോവാണ്. ഇതൊരു കളക്റ്റീവ് മാനേജ്മെന്റിലേക്ക്, അതായത് ഏറ്റവും വേഴ്സ്റ്റ് ഫോം ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയും. അന്നേരം ചുരുക്കം പറഞ്ഞാൽ ഇതൊരു കളക്റ്റീവ് മാനേജ്മെന്റിലേക്ക്, അതായത് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. സമാന്തര ഭരണങ്ങൾ ഇവരുടെ ഇടയ്ക്ക് തന്നെയും ഇപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ തന്നെ എന്താ പറഞ്ഞ അടിച്ചമർത്തി വെച്ചിരുന്ന വിഭാഗതകളെല്ലാം ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ട് പല സംഘടനകള് പല സമാന്തര രീതിയിൽ അവര് ജീവിക്കാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് പലതരത്തിലുള്ള സമാന്തര പ്രവർത്തനങ്ങളുമായി ഇപ്പം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇത് ശരിക്കും ഒരു കേരളത്തിൽ ഒരു അരാജകത്വത്തിലേക്കാണ് പോകുന്നത്. സാമ്പത്തിക മേഖല തന്നെ, സാമ്പത്തിക മേഖലയിൽ ഓണം വരാൻ പോകുന്നു. ഈ സത്യം പറഞ്ഞാൽ ഈ ദുരന്തം കൊണ്ട് നേട്ടമുണ്ടായത് 2 രീതിയിൽ
പിണറായി സർക്കാരാ. ഒന്ന്, ഈ ഇതിന്റെ പേരിലുള്ള പിരിവ് തീവട്ടിക്കൊള്ള ആരംഭിച്ചു കഴിഞ്ഞു. രണ്ട്, ഈ പേരിൽ ഓണത്തിന്റെ വലിയ ആഘോഷങ്ങൾ എന്താ പറയുന്നത് അവരോടുള്ള ഇത് പ്രകടിപ്പിക്കാൻ എന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്ന് പറഞ്ഞ് ഈ ദാരിദ്ര്യത്തെ മറയ്ക്കാനുള്ള ഒരു അവസരം കൂടെ. അതിനെ ചുരുക്കം പറഞ്ഞാൽ ഇവര് എത്ര കാലം ഇങ്ങനെ, അതായത് ഇനിയും വരാൻ പോകുന്ന ഒരു നമുക്ക് കിട്ടുന്ന പ്രതികരണ പരിപാടികളിലൂടെ തന്നെ ജനങ്ങളുടെ മനസ്സ് നമുക്കറിയാൻ സാധിക്കും. ഈ 1.5 കൊല്ലത്തെ ഒരു 1.5 നൂറ്റാണ്ട് പോലാണ് ഇവര് ഭയപ്പാടോടെ നോക്കിക്കാണുന്നത്. കാരണം ഈ 1.5 കൊല്ലം എങ്ങനെ പോകുന്നുള്ളതാണ് ഏറ്റവും വലിയ കൺസേൺ. അവരുടെ ഭാവിയെ കുറിച്ചല്ല. കാരണം ഇദ്ദേഹം ഈ ഒരു സർക്കാർ നമ്മളാരും അന്ധവിശ്വാസികളൊന്നുമല്ല. പക്ഷെ എങ്കിൽ പോലും വന്നത് മുതൽ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ദുരന്തങ്ങൾ സമഗ്ര മേഖലകൾ എടുത്തു കഴിഞ്ഞാൽ പോലും അതിനകത്ത് യാതൊരു തരത്തിലുള്ള വ്യാവസായിക മേഖലയാണെങ്കിലും കാര്യം ഒന്നും തന്നെ ഇല്ല. ഉള്ളത് പൊട്ടിപ്പോകുന്ന അവസ്ഥ. കാർഷിക മേഖലയിൽ ഒന്നും തന്നെ നടക്കുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിലാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നോക്കുക, എന്തൊരു ദുരന്തമാണെന്ന് നോക്കുക. ആരോഗ്യ മേഖലയിൽ നോക്കുക. അങ്ങനെ സമഗ്ര മേഖലകൾ എടുത്തു കഴിഞ്ഞാലും ഒരു കേരളത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട് വിട്ടു പോവുകയാണ്. അങ്ങേയറ്റം നിരാശരാണ് യുവജനങ്ങൾ, കംപ്ലീറ്റ് നിരാശരാണ്. എന്താണ് ഇനി മുമ്പോട്ട് എന്നുള്ള ഒരു രൂപവും ഇല്ല. ആ രൂപത്തിൽ ഇവർ സകല പ്രതീക്ഷകളും അറുത്തു കളഞ്ഞു. അങ്ങനെ ഒരു ഗവൺമെൻറ്റായി മാറിയത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളെ പോലുള്ള ആളുകൾ പോലും ഇതിനായി ഇറങ്ങിത്തിരിക്കേണ്ടി വരുന്നു. നമുക്കറിയാം ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു കാലത്തും ഉണ്ടായ ദുരന്തങ്ങൾക്ക് ശേഷം പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിട്ടില്ല. അത് ഒരിക്കലും അത് നടത്താൻ ഇവർ പോകുന്നുമില്ല. ഇനി ഇപ്പോഴും പദ്ധതിയൊന്നുമില്ല. ടൗൺഷിപ്പ് ഉണ്ടാക്കുന്ന മുഖ്യമന്ത്രി പറയുന്നു, വേറൊരു ചാനലുകാരൻ പറയുന്നു, അതും കള്ളത്തടി വീട്ടുകാർ പറയുന്നു അവർ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു. ആരാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്? അല്ലെ തന്നെ ഈ കള്ളത്തടി വീട്ടുകാരനെ എവിടുന്നാണ് ലാൻഡ്, അവിടെ എവിടുന്നാണ് അതിനുള്ള പണം? അല്ല, അവരുടെ ബാക്കപ്പ് അതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതായത് ഈ മുട്ടിൽമരം മുറി കേസിലെ പ്രതികൾ, അതായത് ആയിരക്കണക്കിന് കോടികളുടെ അതായത് രാജകീയ വൃക്ഷങ്ങൾ, അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജകീയ വൃക്ഷങ്ങൾ വെട്ടി കടത്തി, രാജ്യത്തിൽ നിന്ന് തന്നെ കടത്തി കോടികൾ തട്ടി ഒരു കൊള്ള സംഘം. ആ കൊള്ള സംഘം ഇവിടെ ഒരു മാധ്യമം ഉണ്ടാക്കും. ആ മാധ്യമത്തിന്റെ യഥാർത്ഥ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തു പറയാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള അതെല്ലാവർക്കും പിണറായി വിജയന്റെ പണം എല്ലാവർക്കും അറിയാം. അതിന് നമ്മുടെ ഗോപാലൻ ചേട്ടനെ ചുമ്മാ ഒരാളായിട്ട് കാണിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതാണ് പുള്ളിയുടെ ആട്ടോ പൈസ എന്ന് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു മാംഗോ മൊബൈൽ തട്ടിപ്പില് ഇവരെ പോലീസ് തൂക്കിയ ഇടിവണ്ടിയിൽ ഇവരെ എടുത്തിട്ടുണ്ട് പോകുന്ന വിഷലാണ് ആദ്യമേ നമ്മൾ ഇവരുടെ മുട്ടിൽ മരമുറി ബ്രദേഴ്സ് എന്ന് കൊടുത്താൽ, ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്ന് വന്നാൽ ആദ്യമേ നമുക്ക് വരുന്നത്. ഈ തരം രാജ്യങ്ങളുടെ ഏറ്റവും വലിയ കാട്ടുകള്ളന്മാര് ഇത്തരം ദുരന്തം ഉണ്ടാകുമ്പോൾ വന്നു നിന്ന് പറയുന്നു, അതിൽ പരം ദുരന്തം എന്താ ഉള്ളത്? ഞങ്ങള് സ്ഥലം കൊടുക്കും, 100 വീടുകൾ വെച്ചു. ഇയാളുടെ മരുമകൻ ഈ ഫണ്ട് എവിടുന്നാണ്? ഇയാളുടെ മരുമകൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. മാതൃകാപരമായ പ്രവർത്തനമാണ്. ഏത് കൊള്ളക്കാരനും വന്ന് ഇതുപോലത്തെ ഒരു കാര്യം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാരുണ്ടാക്കുന്നത്. അപ്പൊ നമ്മളിപ്പോൾ NGO ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ കൊള്ളക്കാർ ഇവിടെ ഉള്ളപ്പം HRDS പോലുള്ള ഒരു പ്രസ്ഥാനം എന്തിനാണ് മുന്നോട്ട് വരുന്നത്? അതല്ലേ ഇവിടുത്തെ ചോദ്യം. ഇവിടെ ഉള്ള മരുമോനുണ്ട്, കാട്ടുകള്ളന്മാരുണ്ട്, ബാക്കി കൊള്ളക്ക് ഇവിടെ ഉള്ളപ്പോൾ നിങ്ങളുടെ പ്രസക്തി എന്താണ്? നിങ്ങൾ എന്തിന് HRDS വരുന്നു? ഒരാളെങ്കിലുണ്ട്. അതെ, എന്തിനാ അത്തരം ധാരണയുണ്ട്. എനിവേ, ഇത്തരം ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ ഇവിടുന്ന് കേരളത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ബക്കറ്റ് വിരിപ്പിനോ ഫണ്ട് വിരിപ്പിനോ കേരളത്തിലുള്ള വ്യവസായികളുടെ കലയിൽ നിന്നോ നിങ്ങൾ ഫണ്ട് വിരിക്കുന്നില്ല എന്നാണ് നമ്മളുടെ ഒരു അനുമാനം. അന്നേരം ഈ ഒരു ദുരന്ത സാഹചര്യത്തിൽ ആദ്യമേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇത്രയും വലിയൊരു പദ്ധതിയുമായി ഓഫറുമായി HRDS ആണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അന്നേരം അത് എന്ത് തന്നെയാണെങ്കിലും അത് വളരെ സ്വാഗതാർഹമാണ്. അന്നേരം HRDSന്റെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള വളരെ ആലംബഹീനരായ അച്ഛനരായ ആളുകൾക്ക് പാർപ്പിടം ഒരുക്കുക, അവരുടെ സമഗ്ര ഡെവലപ്മെന്റ് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന HRDSന് എല്ലാവിധ അനുമോദനങ്ങളും i2 ന്യൂസിന്റെ ഭാഗത്ത് നൽകുന്നു. ഈ പദ്ധതി ഈ പറയുന്ന കാട്ടുകള്ളന്മാർ എതിർത്തില്ലെങ്കിൽ, അതല്ലെങ്കിൽ അവർ ഇതിന് തുരങ്കം വെച്ചില്ലെങ്കിൽ നടത്തുമെന്ന ലക്ഷ്യത്തോട് തന്നെയാണ് നിങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും ആ പദ്ധതിക്ക് ഒരു കാര്യമുണ്ട്. ഞങ്ങള് കഴിഞ്ഞ 7 വർഷം ആയിട്ട് ആദിവാസികൾക്കുള്ള ഭവന പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇന്ത്യയിൽ 1 കോടി വീട് നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളത് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു NGO അല്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളരെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിലേക്കൊക്കെ വരാൻ കഴിഞ്ഞത്. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാള് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നത് തന്നെയാണ് ഇതിന്റെ എല്ലാം സാധ്യമാകുന്നത്. അസാധ്യമായതൊന്നുമില്ല എന്ന് കാണിച്ച് തന്ന ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും മുഴുവൻ തുറുങ്കലിൽ അടയ്ക്കുകയും, കേജ്രിവാളിന്റെ കാര്യം അറിയാലോ, വളരെ അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് വന്ന ആളാണ്. പക്ഷെ നമ്മുടെ പ്രതീക്ഷ ഇത്രയും വലിയ കൊള്ളക്കാരൻ ഇവിടെ ഉണ്ടായിട്ടും
ഇദ്ദേഹത്തെ എന്തുകൊണ്ട് തുറങ്കടലിൽ അടച്ചില്ല? അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അവസരങ്ങളുണ്ടായിട്ടും ഉണ്ടായില്ല എന്ന വലിയൊരു പ്രതിഷേധം നമുക്കുണ്ട്. ഉണ്ട്. അത് ഇതിനകത്തൊരു പ്രശ്നം നമ്മൾ കാണേണ്ടത്, പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരാളായിട്ട് കാണരുത്. ഇതൊരു ബിംബം മാത്രമാണ് പിണറായി വിജയൻ. ഇത്തരം കൊള്ളക്കാരുടെ മുഴുവൻ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ പിണറായി വിജയന് ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാ സമഗ്ര മേഖലകളിലും ഉള്ള ആളുകൾ പ്രവർത്തിക്കുകയാണ്. ഇപ്പം നമ്മുടെ കോടതികളുടെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് പാകപ്പിഴകളുണ്ട്. ഇപ്പൊ ഈ ലാവ്ലിൻ കേസ് തന്നെ എത്രയോ തവണയാണ് മാറ്റിവെച്ചത്, 40ഓളം തവണ മാറ്റിവെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അത് മാറ്റാൻ പാടില്ല, അത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ചീഫ് ജസ്റ്റിസിന് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ കത്ത് അദ്ദേഹം അത് റിട്ടായിട്ട് പരിഗണിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോലുള്ള അനവധി ആളുകൾ ചെയ്യുന്നുണ്ട്. നമുക്കൊരു പ്രതീക്ഷ അത് തന്നെയാണ്. ഒട്ടനവധി ആളുകൾ ഇതിനെ എതിർക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ പോലീസിനെയും അതുപോലെയുള്ള ഫോഴ്സിനെയും എല്ലാം ഉപയോഗിച്ച് ആളുകളെ ഇവരെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് അധികകാലം അങ്ങയുടെ അഭിപ്രായത്തിൽ ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്യാണ്. ഈ ബിംബം ഉടയാതിരിക്കുവാൻ, അല്ലെങ്കിൽ ഈ നമ്മൾ ഈ കാണുന്ന ഈ മനുഷ്യൻ, ഈ മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ തകരരുത്, അല്ലെങ്കിൽ അത് തകർന്നാൽ തകരുന്നത് യഥാർത്ഥത്തിൽ ആരായിരിക്കാം? ആരാണ് ഇതിന്റെ പിന്നിൽ? ഇവിടെ അനധികൃതമായിട്ട് പണം സമ്പാദിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രതിനിധിയാണ് പിണറായി വിജയൻ. അതോ അവരുടെ പ്രതിനിധി, ഒരു സംരക്ഷകൻ? അതെ, സംരക്ഷകൻ മാത്രമല്ല, ഇവർക്കെല്ലാം ആവശ്യമുള്ള ഒരാളാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എപ്പോഴും എല്ലാ കാലങ്ങളിലും ഒരു ലിമിറ്റ് വരെ ഇത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഇതിനെല്ലാം തകർച്ച ഉണ്ടാകും. എല്ലാ തിന്മകളും നശിച്ചേ പറ്റുള്ളൂ. അത് നശിക്കുക തന്നെ ചെയ്യും. അതിനെ ഒരു ലിമിറ്റ് വരെ മാത്രമേ സംരക്ഷിച്ച് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ഇത്തരം ആളുകളുടെ എല്ലാം ഈ പ്രതിബിംബത്തെ വെച്ചുകൊണ്ട് ഇവരുള്ള ഈ ആരാധനകൾ മുഴുവൻ പോകാൻ പോവാണ്. അതൊക്കെ പോവും. ഇപ്പം അല്ല, ഇതിലും നല്ല ഒരു പൊയ്മുഖം കിട്ടുമ്പോൾ അവർ അതിലേക്ക് മാറത്തില്ലേ? അതുവരെയല്ലോ ഇത്തരം ബിംബങ്ങളുടെ ആയുസ്സും കാലാവധിയും ഉള്ളൂ. ഈ രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിച്ച ഇത്തരം ഭരണാധികാരികളെല്ലാം ഒന്നുകിൽ തുറങ്കലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ കാലം വളരെ ദയനീയമായിട്ട് പോയിട്ടുണ്ട്. അതാണല്ലോ നമ്മുടെയൊരു പരിചയമുള്ളൊരു, നമ്മൾ ഒരുപാട് പേരുടെ കാര്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയുള്ളൊരു അവസരമാണ് പിണറായി വിജയനെ കാത്തിരിക്കുന്നത്. ഇപ്പം കേന്ദ്രം ഇവരുടെ മുഴുവൻ നീക്കങ്ങളെയും വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പം AG തന്നെ ഇതെല്ലാം നോക്കുന്നുണ്ട്, CAG ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാ വകമാറ്റി ചെലവഴിക്കുന്ന ഫണ്ടുകളുടെയും കണക്ക് ഒരു പറയേണ്ടി വരും. ഇത് എല്ലാം ജനങ്ങളുടെ പണമാണ്. ആ പണം ദുരുപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പിണറായി വിജയനെ മുഖ്യമന്ത്രിയായിട്ട് വെച്ചിരിക്കുന്നത്. ജനം തിരഞ്ഞെടുത്ത് വെച്ചതാണ്. പിണറായി വിജയൻ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. പിണറായി വിജയൻ്റെ കൂടെ ഇപ്പം ഈ കളിക്കുന്നവന്മാരൊക്കെ ഇതിന് ബലിയാടാവും ഈ കാര്യങ്ങളെല്ലാം. പോലീസ് വിചാരിക്കുന്നത് ഇപ്പോൾ ഇയാൾ ജീവിതകാലം മുഴുവൻ അവൻ പെൻഷനാകുന്നവരെ കാണുന്ന പെൻഷൻ വേണ്ടി നടക്കില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം പോലീസിനൊക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അത് ഇവർ മനസ്സിലാക്കിയിരിക്കണം. പിണറായി വിജയൻ നാളെ അങ്ങ് പോകും. പിണറായി വിജയൻ ഒന്നും സംഭവിക്കാനില്ല. കാരണം അയാൾ കോടാനുകോടി വിദേശത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് പരിപാടി കഴിഞ്ഞാൽ നേരെ ഫ്ലൈറ്റ് കയറി അയാൾ പോകും. അയാളെ കൊണ്ടുപോകാനായിട്ട് യൂസഫലിയുടെ ഫ്ലൈറ്റ് ഉണ്ട്, അതുപോലെ പലരുടെയും ഫ്ലൈറ്റ് ഉണ്ട് അയാളെ കാത്തു നിൽക്കുന്നത്. അയാൾക്ക് പോകാൻ പറ്റും. ഈ പോലീസുകാരനൊന്നും എങ്ങോട്ടും പോകില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഒരിക്കൽ കൂടി ഇന്ന് നമ്മുടെ ഈ പദ്ധതികളെ കുറിച്ചൊന്ന് വിശദീകരിക്കുവാൻ i2 ന്യൂസ് പ്രേക്ഷകരുമായി HRDSന്റെ വയനാട്ടിൽ നടപ്പാക്കാൻ പോകുന്ന ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാൻ വന്ന അങ്ങോട്ടുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.